ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പശ്ചിമേഷ്യയിൽ വലിയ ആശങ്കകൾക്ക് വഴിയൊരുക്കുകയാണ്. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ വൈരാഗ്യം ഇപ്പോൾ തുറന്ന ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തി നിൽക്കുന്നു. ഈ നിർണായക ഘട്ടത്തിൽ തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ നയതന്ത്രപരമായ ഇടപെടലുകളുമായി രംഗത്തുണ്ട്. എന്നാൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യതകളാണ് ഇപ്പോഴുള്ളത്. ഇസ്രയേലിന്റെ അടുത്തിടെയുള്ള ആക്രമണങ്ങളും ഇതിന് ഇറാൻ നൽകുന്ന തിരിച്ചടികളും മേഖലയിൽ പുതിയൊരു യുദ്ധത്തിന് വഴി ഒരുക്കുമോ എന്ന ആശങ്ക ഉയർത്തുന്നു. ഇസ്രയേൽ ഹമാസ് സംഘർഷം ആരംഭിച്ചതു മുതൽ പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളും ഇസ്രയേലിന്റെ നടപടികളെ അപലപിച്ചിരുന്നു. ഇപ്പോൾ ഇറാനെതിരായ ഇസ്രയേലിന്റെ നീക്കങ്ങൾ കൂടുതൽ അപകടകരമായ സ്ഥിതിവിശേഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. ഈ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇസ്രയേൽ ഉടനടി നടപടികൾ സ്വീകരിക്കണം. ഇറാനെതിരായ എല്ലാ സൈനിക നീക്കങ്ങളും അവസാനിപ്പിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നത് തുർക്കിക്ക് നേരിട്ട് ഭീഷണിയാണെന്ന് എർദോഗൻ ചൂണ്ടിക്കാട്ടി. ഒരു വലിയ അഭയാർത്ഥി പ്രവാഹം ഉൾപ്പെടെയുള്ള മാനുഷിക പ്രതിസന്ധികൾക്ക് ഇത് വഴിവെച്ചേക്കാമെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു. തുർക്കിക്ക് നിലവിൽ തന്നെ വലിയൊരു വിഭാഗം സിറിയൻ അഭയാർത്ഥികളെ ഉൾക്കൊള്ളേണ്ടി വരുന്നുണ്ട്. പുതിയൊരു യുദ്ധം ആ ഭാരം വർദ്ധിപ്പിക്കും. ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് ശക്തമായി തിരിച്ചടി നൽകാൻ ഇറാൻ ഒരുങ്ങുന്നതായിട്ടാണ് പുതിയ റിപ്പോർട്ടുകൾ. ഇസ്രയേൽ തലസ്ഥാനമായ ടെൽ അവീവിൽ ഇറാന്റെ ആക്രമണങ്ങൾ ശക്തമായതും വാർത്തകളുണ്ട്. ടെൽ അവീവിലെ US എംബസിക്ക് നേരെയും ആക്രമണം നടന്നതായും ചെറിയ കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് സ്ഥിതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കാരണം അമേരിക്കയെ നേരിട്ട് ലക്ഷ്യമിടുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇസ്രയേലിന്റെ വടക്കൻ മേഖലയിലുള്ള ഹൈഫ തുറമുഖത്ത് ഇറാന്റെ മിസൈലുകൾ പതിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഹൈഫ ഇസ്രയേലിന്റെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമാണ്. ഈ തുറമുഖത്തെ ലക്ഷ്യമിടുന്നത് ഇസ്രയേലിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകും. മുൻപ് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇറാനിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനു മറുപടിയായിട്ടാണ് ഇറാൻ ഇപ്പോൾ പ്രത്യാക്രമണങ്ങൾ നടത്തുന്നത്. ഇസ്രയേൽ ഇറാനിലെ ആണവ ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇറാൻ പ്രധാനമായും ജനവാസ മേഖലകളെയാണ് തിരിച്ചടിക്കായി തിരഞ്ഞെടുത്തത് എന്നാണ് ലഭ്യമായ വിവരങ്ങൾ. ഇത് യുദ്ധ നിയമങ്ങളുടെ ലംഘനമാണെന്നും സാധാരണ പൗരന്മാരെ അപകടത്തിലാക്കുന്ന നടപടിയാണെന്നും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇസ്രയേൽ നേരത്തെ നടത്തിയ ആക്രമണങ്ങൾക്കും സമാനമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഈ സംഘർഷം കൂടുതൽ വഷളാകാതിരിക്കാൻ തുർക്കി നയതന്ത്ര തലത്തിൽ വലിയ ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇറാഖ്, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളുമായി എർദോഗൻ ചർച്ചകൾ നടത്തി. പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനും സംഘർഷം കൂടുതൽ വ്യാപിക്കുന്നത് തടയുന്നതിനുമുള്ള വഴികൾ ചർച്ചകളിൽ വിഷയമായി. അറബ് ലോകത്ത് ഇസ്രയേൽ നടത്തുന്ന ഇടപെടലുകളിൽ ഒരു പൊതു നിലപാട് രൂപീകരിക്കാനും തുർക്കി ശ്രമിക്കുന്നുണ്ട്. ഇറാൻ ആണവ നിർവ്യാപന ഉടമ്പടിയിൽ നിന്ന് പിന്മാറാൻ ആലോചിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇത് നടന്നാൽ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള സാധ്യത വർദ്ധിക്കും. ഇത് പശ്ചിമേഷ്യയുടെ സുരക്ഷാ ക്രമത്തെ തന്നെ മാറ്റിമറിക്കുകയും ഒരു പുതിയ ആയുധ മത്സരത്തിന് വഴിയൊരുക്കുകയും ചെയ്യും. UN-ഉം മറ്റ് ആഗോള ശക്തികളും ഈ നീക്കത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇസ്രയേൽ ഇറാൻ സംഘർഷം ആഗോള സാമ്പത്തിക മേഖലയിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. സംഘർഷം രൂക്ഷമായതോടെ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് തിരിഞ്ഞു. ഇത് സ്വർണ്ണവില കുത്തനെ ഉയരാൻ കാരണമായി. ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികളിൽ ഇടിവുണ്ടായി. ഏറ്റവും വലിയ പ്രത്യാഘാതം നേരിട്ടത് ക്രൂഡ് ഓയിൽ വിപണിയിലാണ്. പശ്ചിമേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദന മേഖലയാണ്. സംഘർഷം എണ്ണ വിതരണത്തെ ബാധിക്കുമെന്ന ആശങ്കകൾ എണ്ണവില കുത്തനെ ഉയർത്തിയിട്ടുണ്ട്. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പ്രത്യേകിച്ചും ഇന്ധന വിലക്കയറ്റം പണപ്പെരുപ്പത്തിന് ആക്കം കൂട്ടും. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ ഇത് വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും. കാരണം ഇന്ത്യ എണ്ണ ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കുന്ന രാജ്യമാണ്. ഇസ്രയേൽ ഇറാൻ സംഘർഷം അടുത്ത ദിവസങ്ങളിലും മാസങ്ങളിലും എങ്ങനെ വികസിക്കുമെന്നത് പ്രവചനാതീതമാണ്. ഇരുവരും സംയമനം പാലിച്ചില്ലെങ്കിൽ അതൊരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ഇത് ലോകശക്തികളുടെ നേരിട്ടുള്ള ഇടപെടലുകൾക്ക് വഴിവെക്കുകയും ആഗോള സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുകയും ചെയ്യും. ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും ഈ വിഷയത്തിൽ സമാധാനപരമായ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇരു രാജ്യങ്ങളും കടുത്ത നിലപാടുകളിലാണ്. ഈ സംഘർഷം പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമോ എന്നും പലരും ഉറ്റുനോക്കുന്നുണ്ട്. സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഈ സംഘർഷം വലിയ ഭീഷണിയാണ്. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നേക്കാവുന്ന ഒരു മാനുഷിക പ്രതിസന്ധിയുടെ സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇനി എന്ത് സംഭവിക്കുമെന്ന ചോദ്യം ലോകം ഉറ്റുനോക്കുകയാണ്. ഇസ്രയേലും ഇറാനും സംയമനം പാലിച്ച് ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുമോ അതോ കൂടുതൽ സൈനിക നീക്കങ്ങളിലേക്ക് പോകുമോ എന്നതാണ് ഈ വിഷയത്തിലെ പ്രധാന ചോദ്യം.